വീട്ടിലെ ഊണുമേശ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഏട്ടൻ വർക്ക് ചെയ്യണതും ഞാൻ എന്തെങ്കിലുമൊക്കെ കുത്തിയിരുന്ന് ചെയ്യണതും തേക്കുന്നതും ഫുഡ് കഴിക്കുന്നതും പിള്ളേർ പഠിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുന്നതും ഈ ഒരു കുഞ്ഞമേശയിലാണ് കേട്ടോ. അപ്പോൾ ദാ രാവിലത്തെ എൻ്റെ തേക്കലോടുകൂടി ഈ മേശവിരിയുടെ അവസാനത്തെ ഡ്യൂട്ടി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ദാ നമ്മുടെ മേശവിരി മാറ്റിക്കഴിഞ്ഞാൽ മേശ ഇങ്ങനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ. ഭംഗിയില്ലാത്ത കൂട്ടത്തിൽ കരടും കൂടി പോയ എന്ത് ചെയ്യും? അപ്പം ഞാൻ ദാ എൻ്റെ മീഷോ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര ഇതിൻ്റെ എല്ലാം ഒറ്റ ഹോൾസെയിൽ കച്ചവടക്കാരനായ എൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ചേട്ടനോട് പറഞ്ഞപ്പോഴത്തേനും കൊണ്ടുവന്ന് തന്നതാണ് ഈ മേശവിരി. ഇത് വലിയ മേശവിരി ആയിരുന്നു. അപ്പോൾ രണ്ടാക്കി ഞാൻ മുറിച്ചിട്ടുണ്ട് കേട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളങ്ങ് വിരിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 ദിവസമായി മുറ്റത്തൊരു ടൈൽ ഇങ്ങനെ പൊന്തി നിൽക്കണതിൽ ഞാൻ തന്നെ തട്ടി തട്ടി മുന്നോട്ട് ആഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി അതങ്ങ് ശരിയാക്കാം. ആ ടൈൽ ഞാനും പിള്ളേരും കൂടി അങ്ങോട്ട് പൊക്കി അതിലെ മണ്ണൊക്കെ അങ്ങ് ലെവലാക്കി കുറച്ച് മെറ്റലൊക്കെ വാരിയിട്ടിട്ട് ആ ടൈലങ്ങ് ലെവലാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും കറണ്ട് വന്നു. കുട്ടിക്കാലത്ത് ഒരു മേശ പോലും ഇല്ലാതിരുന്ന എൻ്റെ വീട്ടിലെ ഇതൊക്കെ എനിക്ക് സ്വർഗ്ഗമാണ് കേട്ടോ.